2-ാം തീയതി ഡെപ്യൂട്ടി കളക്ടർ അനുമതി കിട്ടിയിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് പോകുന്നതിന് ഇവർക്കുള്ള അനുമതി കൊടുക്കുമ്പോൾ അത് പോലീസുകാരായിട്ട് അതിനെ തടസ്സം നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിങ്ങളവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് വന്ന മിനിസ്റ്റർ കെ രാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ലൈവായിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മിനിസ്റ്റർ. ഞങ്ങൾ കുറച്ച് നേരമായിട്ട് മിനിസ്റ്ററെ രാവിലെ ഒന്ന് തെരഞ്ഞു. കാരണം ഞങ്ങൾ ഇവിടെ മേപ്പാടി ക്യാമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഞാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി 2-3 പേരെ കാണാൻ പോയതാണ്, കുറച്ച് പശുക്കളുടെ കാര്യം ഒന്നിപ്പോൾ സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിറ്റുറാണി മിനിസ്റ്റർ അവരുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചു അട്ടമലയിൽ. അത് പ്രാഥമികമായി പരിഹരിച്ചു. ആ അതെ, പറഞ്ഞോളൂ. രാവിലെ 7 മണി മുതൽ അരുൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്നെ തിരയുന്ന കൂട്ടത്തിൽ, ഞാനിവിടെ ആളുകളെ തിരയുന്ന കൂട്ടത്തിലായതുകൊണ്ട് നേരിട്ട് കൂട്ടിമുട്ടാൻ പറ്റാതെ പോയതാണ്. ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാനിത് ചൂരൽമലയിൽ ഭക്ഷണം എല്ലാവർക്കും ഉറപ്പ് വരുത്തിയിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ കൺട്രോൾ റൂമിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അവർ കോൺടാക്ട് ചെയ്തപ്പോൾ ഇവിടെ ആരെങ്കിലും ലൈവായി കിട്ടാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതുണ്ടോ പ്രത്യേകമായി? ഉണ്ട് മിനിസ്റ്റർ. കാര്യം നമ്മളവിടെ സംസാരിച്ചതില്ല. അവർ പറഞ്ഞു 2 പ്രശ്നങ്ങളാണ്. അത് ഗവൺമെൻറ് തലത്തിൽ എടുക്കേണ്ട ഒരു പോളിസിയാണ്. മിനിസ്റ്റർക്ക് നേരിട്ട് ഉറപ്പ് തരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മന്ത്രിസഭാ ഉപസമിതിക്ക്, അതായത് ഇവരുടെ രേഖകൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. രേഖകളെന്ന് പറയുമ്പോൾ അതിനകത്ത് റവന്യൂ വിഭാഗത്തിൻ്റെ രേഖകളുണ്ട്, സർവകലാശാലയിലെ ചില രേഖകളുണ്ട്. ഇപ്പോൾ സ്കൂളിൻ്റെ കാര്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ആ രേഖകൾ ഉറപ്പാക്കി കൊടുക്കാം. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഇവരിനി ഇതൊക്കെ അപേക്ഷിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ ശരി ഇവർക്കൊരു പ്രയോറിറ്റി കൊടുക്കണം. അതായത് ഇനി ഇവരെ ഓഫീസുകളിൽ ഞങ്ങളെ ഇട്ട് നടത്തരുത് എന്ന് എല്ലാവരും പറഞ്ഞു. ഒരു 10-20 പേരെ ഞാൻ കണ്ടു കിട്ടും രാവിലെ. അപ്പോൾ അവരുടെ ഒരു ആശങ്ക, അവരുടെ പഞ്ചായത്ത് ഓഫീസിൽ പോകാനാണെങ്കിലും അത് MP രാജേഷാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എങ്കിലും റവന്യൂവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളെയും പകർപ്പുകൾ ഓഫീസിലുണ്ടാവുമല്ലോ. ഇവരൊരു ലിസ്റ്റ് എടുത്തിട്ട് ആ പകർപ്പുകൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് സമയം എടുത്തോട്ടെ, 1-2 ആഴ്ചയാണെങ്കിലും ശരി സമയം കിട്ടുന്ന മുറയ്ക്ക് കൊടുക്കും. ഇവരെ നടത്തിക്കരുതെന്നൊരു അഭിപ്രായം മിനിസ്റ്റർ അടുത്ത് പറയണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് മിനിസ്റ്ററോട് പറയാനാണ് ഞാൻ മിനിസ്റ്ററെ തിരക്കിയത്. അരുണെ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം. പിന്നെ ഇനി ആരോടും ആലോചിക്കേണ്ട കാര്യമില്ല. മന്ത്രിസഭ ഉപസമിതിയുടെ അംഗം എന്ന നിലയിൽ, സർക്കാരിലെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒരു കാര്യം റിപ്പോർട്ടറിലൂടെ ഉറപ്പ് തരാം. ഇനി അവർക്ക് അങ്ങനെ പല ഓഫീസുകളിൽ അന്വേഷിച്ച് പോകേണ്ട കാര്യം ഉണ്ടാകില്ല. നമുക്കൊരു സിംഗിൾ പോയിന്റിൽ അവർക്ക് നഷ്ടപ്പെട്ട എല്ലാ രേഖകളും കൊടുക്കാൻ ആവശ്യമെങ്കിൽ ഒരു അദാലത്ത് ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സിംഗിൾ പോയിന്റിൽ എല്ലാ രേഖകളും, നഷ്ടപ്പെട്ട എല്ലാ രേഖകളും അവർക്ക് റീകളക്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു സംവിധാനം ജില്ലാ ഭരണകൂടം തന്നെ ഉണ്ടാക്കും. റിപ്പോർട്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയത് നന്നായി. മറ്റെല്ലാ വകുപ്പുകളുമായിട്ടും ഞങ്ങൾ തന്നെ ആലോചിച്ചോളാം. റവന്യൂ മാത്രമല്ല ബാക്കി എല്ലാ വകുപ്പുകളുടെയും നഷ്ടപ്പെട്ട രേഖകൾ സിംഗിൾ പോയിന്റിൽ അവർക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പാടാക്കും. ഈ റിക്കവറി കഴിഞ്ഞാൽ ആദ്യത്തെ നടപടി അതായിരിക്കും. എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി ഇന്ന് റിപ്പോർട്ടറിലൂടെ ഉറപ്പ് നൽകുകയാണ്. നമ്മൾ ഈ മൊബൈൽ ഫോൺ നമ്മുടെ ഈ കാര്യത്തിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മൊബൈൽ ഫോൺ ധാരാളമായ ആളുകളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ തിരിച്ചു കൊടുക്കുക, എക്യുപ്മെൻറ്റ് തിരിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, എക്യുപ്മെൻറ്റ് തിരിച്ചു കൊടുക്കും, എല്ലാവർക്കും പുതിയത് കൊടുക്കും. എന്ന് മാത്രമല്ല അവരുടെ നഷ്ടപ്പെട്ട നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ അവരുടെ തമ്പിലൂടെ ആ നമ്പർ തിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ എല്ലാ ക്യാമ്പുകളിലും പ്രത്യേക സംവിധാനത്തെ അണിനിരത്തിക്കൊണ്ട് നമുക്ക് മൊബൈൽ ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇന്നും നാളെയുമായി ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന പൂർണ്ണമായും ആളുകൾക്ക് മൊബൈൽ സംവിധാനം പുനഃക്രമീകരിച്ച് കൊടുത്ത് അത് പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ നടപടിയും നമ്മൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് കളക്ട്രേറ്റിൽ വെച്ച് അവർ നൽകുന്ന മൊബൈലുകൾ ഞങ്ങളുടെ ഉപസമിതി അംഗങ്ങൾ ഏറ്റുവാങ്ങുന്നത് കഴിഞ്ഞാൽ ഉടനടി എല്ലാ ക്യാമ്പുകളിലും അതിനുവേണ്ടി പ്രത്യേക കൗണ്ടർ തുറന്ന് മൊബൈൽ നഷ്ടപ്പെട്ടവരുടെ മൊബൈൽ കണക്ഷനും പുനഃസംഘടിപ്പിച്ച് കൊടുക്കാനുള്ള സംവിധാനം ഇന്നത്തോടുകൂടി ആരംഭിക്കും. ഓക്കെ, രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളതൊരു ബ്രേക്കിംഗ് വാർത്തയ്ക്ക് എന്നതിനും അപ്പുറം എനിക്ക് തോന്നുന്നു നമ്മളുടെ പ്രതിനിധികൾ തന്നെ ഈ വിവരം നേരിട്ട് അവരെ അറിയിക്കും. VS രഞ്ജിത്ത് ഇവിടെയുണ്ട്, ഞങ്ങളുടെ പ്രതിനിധികൾ 4 പേരും ഇവിടെയുണ്ട്. അവർ ഇപ്പോൾ തന്നെ മിനിസ്റ്റർ പറഞ്ഞ കാര്യം അറിയിക്കും. അവർക്കൊരു വലിയ ആശങ്കയാണ്. കാരണം മിനിസ്റ്ററെ ഞാൻ സംസാരിക്കുമ്പോഴേ അവർക്ക് ആധാരം നഷ്ടപ്പെട്ടു പോയി, അവരുടെ കയ്യിൽ പാസ്ബുക്കില്ല, ഒന്നുമില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ ഇട്ട വസ്ത്രമായിട്ട് ഇറങ്ങി വന്നവരാ, ഇപ്പോൾ അവിടെ വീടും ഇല്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പലതരത്തിലുള്ള ഡോക്യുമെൻറ്റുകളും ആവശ്യമുണ്ട്. അപ്പോൾ അദാലത്തൊരു വളരെ നഷ്ടപ്പെട്ടാൽ അതിലൊരു അമ്മ എന്നോട് പറഞ്ഞത്, മോനെ ഞങ്ങളിൽ പലരും കുറേ കാലങ്ങളായിട്ട് പറഞ്ഞോളൂ.
അല്ല, ആധാരം നഷ്ടപ്പെട്ടാൽ എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് അതെടുക്കാം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടൊരു സിംഗിൾ പോയിൻ്റ് അദാലത്ത്, അത് കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോകേണ്ട മേപ്പാടിയിൽ സൗകര്യമുള്ളൊരു സ്ഥലത്ത് അങ്ങനെ ഒരു അദാലത്ത് നടത്തി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും അണിനിരത്തി ഏതൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതെല്ലാം റീകളക്ട് ചെയ്ത് കൊടുക്കും. അതിലൊരു പ്രയാസവും ഉണ്ടാകില്ല. ഓക്കെ.